ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് ഒരു ഷോർട്സ് ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പ്രഡിക്ഷൻ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെയൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഫുൾ ആയിട്ടുള്ള ഒരു കൺഫേംഡ് ലിസ്റ്റ്, അതായത് ഫുൾ കണ്ടസ്റ്റൻസിൻ്റെയും, അതായത് ഒരുപാട് വീഡിയോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് ഞാനൊരു 22 പേരുടെ പേര് ഞാൻ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നവരെ എന്തായാലും കാണുള്ളൂ, ഇതിന് പുറത്തുനിന്ന് ആരും കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു ഷുവർട്ടി. അപ്പം നമുക്ക് ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണെന്ന് നോക്കാം കേട്ടോ. ഒരുപാട് ചാനലിൽ ഒരുപാട് പേര് പല ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പുറമേ നിന്ന് ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് ഉൾപ്പെടുന്ന കുറച്ച് പേരെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന എന്തായാലും ഈ പറയുന്ന 22 പേരിൽ ഉള്ളവർ മാത്രമേ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കാണത്തുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും കാണാൻ നോക്കുക. അപ്പം നമുക്ക് തുടങ്ങിയാലോ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ആളെന്ന് പറയുന്നത് ഐശ്വര്യ രാംസായി. ഞാൻ ഫോട്ടോസൊക്കെ ഈ സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഐശ്വര്യ രാംസായി എന്ന് പറയുന്നത് സീരിയൽ ആക്ട്രസ്സാണ്. അതായത് നമ്മുടെ മൗനരാഗം എന്ന ഏഷ്യാനെറ്റിലെ തന്നെ ഒരു സീരിയലിലെ നായികയാണ് ഐശ്വര്യ രാംസായി. ആൾ കൺഫേംഡ് ആണെന്നാണ് ഇതുവരെ കിട്ടിയ ഒരു ന്യൂസ്. അടുത്ത ആളെന്ന് പറയുന്നത് ശരത് കുമാർ എന്ന് പറയുന്നത് അപ്പാനി ശരത്ത്. സിനിമ കുറേ 2-3 സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആളും കൺഫേംഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരത് കുമാർ എന്ന് പറയുന്ന അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ആളുടെ പേര് ഞാൻ ഒരുപാട് ചാനലിൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ കണ്ട ഒരാളാണ്. അതിൽ ചാൻസ് കൂടുതൽ ശരത് കുമാർ ഉണ്ട് എന്നുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അടുത്ത ആളെന്ന് പറയുന്നത് RJ അഞ്ജലിയാണ്. നമുക്ക് RJ അഞ്ജലിനെ അറിയാമായിരിക്കും, ഇടയ്ക്ക് പ്രാങ്ക് കോളൊക്കെ ചെയ്ത് ഒരുപാട് വിവാദത്തിലായ ഒരാളാണ് RJ അഞ്ജലി. അപ്പം ആളും ബിഗ് ബോസിലുണ്ടാവും എന്ന് കൺഫേംഡ് ആണ്. പിന്നെ വരുന്നത് ബിജു സോപാനാണ്. ബിജു സോപാനത്തിന് ഞാൻ അങ്ങനെ കുറേ ചാനലിലൊന്നും കണ്ടിട്ടില്ല, ഏതോ ഒരൊറ്റ ചാനലിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഉപ്പും മുളകും എന്ന് പറയുന്ന ആ ഒരു ഫ്ലവേഴ്സിലെ ഒരു സീരിയലില്ലേ, അതിൽ ആക്ടറാണ് ബിജു സോപാനം. അപ്പം ആളും കൺഫേംഡ് ആണെന്ന് പറയുന്നില്ല, ഒരു ചാനലിലേ ഞാൻ കണ്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് കൂടുതൽ കൺഫേമേഷൻ ഞാൻ പറയുന്നില്ല. അടുത്ത ആളെന്ന് പറയുന്നത് ആമിന നിജാം എന്ന് പറയുന്ന ആളിനെ നമ്മൾ മഴവിൽ മനോരമയിൽ നായകൻ എന്ന ഷോയിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആമിന നിജാം. ഇപ്പോൾ കുറേ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിംസിലും അതിലൊക്കെ അഭിനയിക്കുന്ന ആളാണ് ആമിന നിജാം. ആമിന നിജാമും ബിഗ് ബോസിലുണ്ടെന്നാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആമിന നിജാമിൻ്റെ പേരും നമ്മുടെ ബിജു സോപാനത്തിനെ പോലെ തന്നെ അവിടെ ഏതൊക്കെയോ ഒരു ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ആളും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അടുത്ത ആളെന്ന് പറയുന്നത് ആദിത്യൻ ജയൻ. ആളുടെ പേര് ഒരുപാട് ചാനലിലുണ്ട്, ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ആദിത്യൻ ജയൻ. അപ്പം ആളും ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയുകയാണ് ബിഗ് ബോസ് സീസൺ 7. അടുത്ത് ലക്ഷ്മി മേനോൻ എന്ന് പറയുന്നത് നമ്മുടെ ആങ്കറായിട്ടുള്ള മിഥുൻ എന്ന് പറയുന്ന ആളുടെ വൈഫാണ് ലക്ഷ്മി മേനോൻ. അപ്പം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെയാണ്. ഒരുപാട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ആയാലും ഷോർട്സ് ആയാലും റീൽസിലായാലും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ കോമഡി റീൽസൊക്കെ ചെയ്യുന്ന, റിലേറ്റബിൾ റീൽസൊക്കെ ചെയ്യുന്ന ഒരാളാണ് ലക്ഷ്മി മേനോൻ. അപ്പം ആളും ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് ബിനീഷ് ബാസ്റ്റിൻ എന്ന് പറയുന്ന ആൾ നമുക്കറിയായിരിക്കും, സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ ഒരാളാണ് ബിനീഷ് ബാസ്റ്റിൻ. അപ്പം ആളും ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതും ഷുവർ പറയുന്നില്ല, അതും 1-2 ചാനലിൽ മാത്രമേ ആളുടെ പേര് പറയുന്നുള്ളൂ. അടുത്ത ആളെന്ന് പറയുന്നത് ബബിത എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഷോർട്സ് ഇടുന്ന ആൾ തന്നെയാണ്. യൂട്യൂബിൽ ആൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആളും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ആളും ഉണ്ടാവും എന്നാണ്. അപ്പം അത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആളുടെ പേരും ഞാൻ 1-2 ചാനലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്ത ആളെന്ന് പറയുന്നത് രേണു സുധി കൺഫേംഡ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഉറപ്പായിട്ടും രേണു സുധി എന്ന് പറയുന്ന ആൾ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതുവരെ കിട്ടിയ ന്യൂസും. സോ ആളുടെ പേര് കൺഫേംഡ് ആണ്. അടുത്ത ആളെന്ന് പറയുന്നത് രോഹൻ
രോഹൻ ലോണ എന്ന് പറയുന്നത് ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി കാണും, നമ്മുടെ ആങ്കർ ചേട്ടനാണ്. ആ ചേട്ടനും ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നല്ലൊരു, എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞ കണ്ടസ്റ്റൻസും സൂപ്പർ കണ്ടസ്റ്റൻസാണ്, ഇനിയും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളെന്ന് പറയുന്നത് അനുമോളാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ രേണുസുതിയൊക്കെ. അപ്പോൾ അനുമോൾ കൺഫേംഡ് ആണ്. അടുത്ത ആളെന്ന് പറയുന്നത് അനുമോൾ ഞാൻ പറഞ്ഞു, രേണുസുതി പറഞ്ഞു. അടുത്ത ആൾ ഷാരിക എന്ന് പറയുന്ന ആൾ യൂട്യൂബിലെ ഒരു ഇൻ്റർവ്യൂവറാണ്, ആങ്കറാണ്. സോ ആളുടെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി കാണും ആരാണ് ആളെന്ന്. ഓക്കെ, അടുത്ത ആൾ ജിഷിൻ മോഹനാണ്. അവിടുത്തെ ലൈറ്റിങ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ ജിഷിൻ മോഹനാണ്. ജിഷിൻ മോഹൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും, സീരിയലിലൊക്കെ ഉള്ള ആളാണ്. സിനിമയിലുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ കോമഡി ഷോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആളാണ് ജിഷിൻ മോഹനാണ് അടുത്ത കണ്ടസ്റ്റൻറ്റ്. ആൾ കൺഫേംഡ് ആണ്. ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ട ഒരാളാണ് ജിഷിൻ മോഹൻ. സോ കൺഫേംഡ് പോലെ തന്നെയാണ്. അടുത്ത് ആദില അന്നൂർ നിങ്ങൾക്ക് അറിയായിരിക്കും, ലെസ്ബിയൻ കപ്പിൾസാണ് നമ്മുടെ കേരളത്തിലെ. സോ അവർ രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടായിരിക്കും എന്ന് തോന്നുന്നു ഉണ്ടാവും. നമ്മുടെ ഫിറോസ് സജന പോലെ ഒരു കപ്പിൾ കണ്ടസ്റ്റൻ്റായിട്ടായിരിക്കും വരുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ മെയിനായിട്ട് നിൽക്കുന്ന ആളാണ്, അതായത് കൺഫേംഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ആദിലയും നൂറയും ഇവിടെ നല്ല ലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവും, മഴയുടെ ഒരു ഇതുണ്ട് കേട്ടോ. എൻ്റെ റൂമിൽ ഒട്ടും ലൈറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ സ്ഥലത്തിരുന്ന് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആളെന്ന് പറയുന്നത് അവന്തിക മോഹനാണ്. അവന്തിക മോഹന് കഴിഞ്ഞ ബിഗ് ബോസ് തൊട്ടേ പ്രഡിക്ഷൻ ചെയ്യുകയാണ്. സോ ചാൻസസ് വളരെ കുറവാണ്. കഴിഞ്ഞ ബിഗ് ബോസ് വന്നപ്പോഴും ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ട ആളാണ് അവന്തിക മോഹൻ. സോ ആളുടെ പേര് അന്നും പറയുന്നുണ്ട്, ഇപ്പോഴും ആളുടെ പേര് വരുന്നുണ്ട് കേട്ടോ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ. കൂടുതൽ കണ്ടിട്ടില്ല, എന്നാലും കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പ്രഡിക്ഷൻ ചെയ്തിട്ട് വരാത്തത് കൊണ്ടായിരിക്കും കൂടുതൽ പേരും ആളെ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. സോ ഒരു ചാനൽ എന്തോ ഞാൻ കണ്ട കേട്ടോ ആളുടെ പേര്, അതുകൊണ്ട് ഞാൻ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൾ ചാൻസസ് വളരെ കുറവാണ്, എന്നാലും നമുക്ക് അവന്തിക മോഹനെ നമുക്കൊരു ലൈനിൽ കൂട്ടാം കേട്ടോ. അടുത്ത ആളെന്ന് പറയുന്നത് രേഖ രതീഷ് എന്ന് പറയുന്ന ആളുടെ പേര് ഭയങ്കരമായിട്ട് കൺഫേംഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ രേണുസുതി പോലെ തന്നെ അത്രയും കൺഫേംഡ് ആയിട്ടുള്ള ആളാണ് രേഖ രതീഷ്. അപ്പോൾ രേഖ രതീഷിൻ്റെ പേര് മിക്കവാറും ചാനലിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൾ ഉറപ്പാണ് എന്നാണ് ഇതുവരെ കിട്ടിയ ന്യൂസ് കേട്ടോ. ഇനി ആൾ മാറാൻ ചാൻസ് ഇല്ല, ആളുണ്ടാവും, ഉറപ്പാണ്. അടുത്ത് ബിന്നി സെബാസ്റ്റ്യനാണ്. ബിന്നി സെബാസ്റ്റ്യനെ ഞാൻ അവിടെ 2-3 ചാനലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആൾ നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സീരിയലുണ്ടല്ലോ, ഗീതാ ഗോവിന്ദം, ആ ഒരു സീരിയലിലെ ആക്ട്രസ്സാണ്. അപ്പം ആളും എന്തായാലും ബിഗ് ബോസിലുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഫേംഡ് അല്ല, ആളുടെ ചാൻസസും കുറവാണ്. എന്നാലും നമുക്ക് ബിന്നി സെബാസ്റ്റ്യനെയും കൂടെ ലിസ്റ്റിലേക്ക് വെച്ചേക്കാം കേട്ടോ. അടുത്ത ആളെന്ന് പറയുന്നത് ഷാനവാസ് ആണ്. ഷാനവാസ് എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, സീത എന്ന് പറയുന്ന ഒരു സീരിയലിൽ നമ്മൾ അധികം ആൾക്കാർ അഡിക്റ്റായിട്ട് പോയിട്ടുള്ള ഒരു ഹീറോ ആണ് ഷാനവാസ് എന്ന് പറയുന്നത്, ഫ്ലവേഴ്സിലെ. അപ്പം ആൾ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവുമെന്ന് ഭയങ്കര കൺഫേംഡ് ആണ്. സോ ആൾ കൺഫേംഡ് ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് വെക്കാൻ രേഖ രതീഷ്, രേണുസുതി, അനുമോൾ, ഷാനവാസ്, ഇതുപോലെ കുറച്ച് പേരെ കൺഫേംഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരാളാണ് ഷാനവാസ് കേട്ടോ. അപ്പോൾ സോ അടുത്ത ആളെന്ന് പറയുന്നത് കലാഭവൻ സരിക എന്ന് പറയുമ്പം അവരുടെ ഫോട്ടോ കാണിക്കാൻ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. നമ്മൾ ഒരുപാട് കോമഡി ഷോസിലൊക്കെ കാണുന്ന ഒരാളാണ്. കോമഡി ഷോസ് ഉൾപ്പെടെ സീരിയലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആളിനെ. അപ്പം ആളും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവുമെന്ന് ചെറിയൊരു പ്രഡിക്ഷനേ ഉള്ളൂ, കൺഫേംഡ് അല്ല, ചെറിയൊരു റെയർ ചാൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത ആളെന്ന് പറയുന്നത് അക്ബർ ഖാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ സരിഗമപ്പ, കേരളത്തിലെ സരിഗമപ്പയിൽ നല്ല വിന്നറായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ആളിപ്പം ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഇരിപ്പുണ്ട് ഗസ്റ്റായിട്ടൊക്കെ. അപ്പോൾ ആളും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവും എന്നാണ് കിട്ടിയ ന്യൂസ്. അതായത് ഒരുപാട് ചാനലിൽ ആളുടെ പേര് പറയുന്നുണ്ട്, കൺഫേംഡ് ആയിട്ടാണ് പറയുന്നത്. സോ ആളെ നമുക്ക് കൺഫേംഡ് ലിസ്റ്റിലാണ് വെക്കുന്നത്. ഇതിൽ ഞാൻ പ്രത്യേകം കൺഫേംഡ് ലിസ്റ്റിൻ്റെ പേരുകൾ ഞാൻ പ്രത്യേകം പറയാം, ബാക്കിയെല്ലാം പ്രഡിക്ഷൻസ് ആണ്. സോ അതിൽ മിക്കവാറും പേരും മെജോറിറ്റി ആൾക്കാരും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കാണും. അടുത്ത ആളെന്ന് പറയുന്നത് മുൻഷി രഞ്ജിത്ത് നമ്മൾ ഫോട്ടോ കാണിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ആൾ ഒരുപാട് കോമഡി ഷോസിലൊക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ പണ്ടത്തെ മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആളും ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവും
എന്നത് റെയർ ചാൻസ് ആണ്, കൺഫേംഡ് അല്ല, റെയർ പ്രൊഡിക്ഷൻ ചാൻസിൽ വരുന്ന ആളാണ് മുൻഷി രഞ്ജിത്ത്. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് ഞാൻ 22 പേരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെജോറിറ്റി ആൾക്കാർ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 കാണും. ഇതിൽ കൺഫേംഡ് ലിസ്റ്റ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ ശരത് കുമാർ, അപ്പാനി ശരത് ഫസ്റ്റ് കൺഫേംഡ് ആണ്. പിന്നെ വരുന്നത് അനുമോൾ കൺഫേംഡ് ആണ്. രേണുസുതി തക്ക കൺഫേംഡ് ആണ്. രേഖ രതീഷ് കൺഫേംഡ് ആണ്. അതുപോലെ തന്നെ ജിഷിൻ മോഹൻ കൺഫേംഡ് ആണ്. ഷാനവാസ് കൺഫേംഡ്. ദിലാനൂറ കൺഫേംഡ്. അപ്പം മൊത്തം 7 ആൾക്കാർ കൺഫേംഡ് ആണ് ഇതിൽ. ബാക്കി മെജോറിറ്റി ആൾക്കാരും ഇതിൽ നിന്നുള്ളവരായിരിക്കും. പിന്നെ പുറത്തുനിന്ന് അത് ഔട്ട്സൈഡറായിട്ടുള്ള പേര് കാണുമല്ലോ, അവരെ നമുക്കറിയത്തില്ല, അത് പുറത്തുനിന്നുള്ളവരാണ്, നമുക്കറിയില്ല. ബട്ട് ഇതിൽ ഞാൻ പറഞ്ഞ ഈ ലിസ്റ്റിൽ വരുന്ന 7 പേര് എന്തായാലും കൺഫേംഡ് ആണ്. ബാക്കിയുള്ളവരുടെ ചാൻസസ് വളരെ കൂടുതലാണ്. മെജോറിറ്റി ആൾക്കാരും ഇതിൽ നിന്ന് കാണും. സോ ഇത്രയാണല്ലോ ഇന്നത്തെ ബിഗ് ബോസ് പ്രഡിക്ഷൻ. സോ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണ്, നിങ്ങൾക്ക് വരാൻ കൂടുതൽ നമ്മുടെ ബിഗ് ബോസിൽ ഈ ലിസ്റ്റിൽ നിന്നും ഏതാളാണ് കൂടുതൽ വരാൻ ആഗ്രഹമുള്ളത്, നിങ്ങൾക്ക് ഫാനാവാൻ ആഗ്രഹമുള്ള വ്യക്തി ഇതിലേതാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സും റിവ്യൂസും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബിഗ് ബോസ് ഇഷ്ടമുള്ളവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാം അപ്ലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ.